ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും കൊളസ്ട്രോൾ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിനും സ്ഥിരമായി മുട്ട കഴിക്കുന്നത് ഒരു കുഴപ്പമാണ്. മുട്ട കഴിക്കണമെന്ന് തീരുമാനിച്ചാൽ ഈ നാടൻ മുട്ടയും അതായത് കൺട്രി എഗ്സും കമേഴ്സ്യലായിട്ട് കിട്ടുന്ന മുട്ടകളും തമ്മിൽ ശരിക്കും അത്ര വ്യത്യാസമുണ്ടോ? ഞാൻ ഈ അധിക വില കൊടുക്കുന്ന ഒരു ഹൈപ്പാണോ? അതുപോലെ തന്നെ സ്ഥിരമായിട്ട് മുട്ട കഴിച്ചാൽ ഹോർമോണുകളും ആൻറ്റിബയോട്ടിക്കുകളും നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്, അതും ഈ കമേഴ്സ്യലായിട്ട് ഫാമുകളിൽ നിന്ന് വരുന്ന മുട്ട കഴിച്ചാൽ. ഇനി മുട്ട കഴിക്കാൻ തീരുമാനിച്ചാൽ ഒരു ദിവസം എത്ര മുട്ട വരെ കഴിക്കാം? കാരണം 3, 4, 5 മുട്ടകൾ കഴിക്കുന്നത് ഇന്ന് ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അത്രയധികം മുട്ട കഴിച്ചാൽ അത് ശരിക്കും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളോ കൊളസ്ട്രോൾ സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? ഇങ്ങനെ മുട്ടയെ സംബന്ധിച്ചിട്ടുള്ള ഒരുപക്ഷേ നിങ്ങളുടെ ഉള്ളിൽ വരാവുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും ശാസ്ത്രീയമായ ഉത്തരങ്ങളും വിശദീകരണവും നൽകാനാണ് ഈ പോഡ്കാസ്റ്റ്. ഇന്ന് ഈ പോഡ്കാസ്റ്റിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നു, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ ഇന്ന് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ചൊരു വ്യക്തിയാണ്. എന്നോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ ഹരികൃഷ്ണനാണ്. ഡോക്ടർ ഹരികൃഷ്ണൻ ഇന്ന് കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിലെ യൂണിവേഴ്സിറ്റി ഓഫ് പൗൾട്രി ആൻഡ് ഡക്ക് ഫാംസിൻ്റെ ഹെഡാണ്. അദ്ദേഹത്തിൻ്റെ PhD വന്നിരിക്കുന്ന വിഷയം പൗൾട്രി ബ്രീഡിങ്ങിലും അതോടൊപ്പം തന്നെ കൺസർവേഷൻ ഓഫ് നമ്മുടെ നേറ്റീവ് ബ്രീഡ്സിലാണ്. സോ ഹരി, വെൽക്കം ടു ദിസ് പോഡ്കാസ്റ്റ്. ഹായ് സാർ. ഈ നാടൻ മുട്ട കഴിക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നാടൻ മുട്ട ഏതാണെന്ന് കണ്ടെത്താനായിട്ട് തീരുമാനിക്കുന്ന ഒന്ന് മുട്ടയുടെ തോടിൻ്റെ നിറം നോക്കിയാണ്. കുറച്ച് ബ്രൗൺ ഷെൽഡ് ആണെങ്കിൽ ആൾക്കാർക്ക് ആ മുട്ട ഇഷ്ടമാണ്. ഈ ശരിക്കും നാടൻ മുട്ട എങ്ങനെ തിരഞ്ഞെടുക്കും? ഈ ബ്രൗൺ ഷെൽഡ് എഗ്ഗ് ശരിക്കും നാടൻ മുട്ട തന്നെയാണോ? ടു ബി ഫ്രാങ്ക്, മിക്കവാറും എല്ലാ വിദേശ ഇനം മുട്ടകൾക്കും ബ്രൗൺ നിറമാണ്. അത് നമ്മുടെ മലയാളികൾ ഇതുവരെ മനസ്സിലാക്കാത്ത രഹസ്യമാണ്. ഈ മെഡിറ്ററേനിയൻ ഒറിജിനായിട്ടുള്ള വൈറ്റ് ലഗോണാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മുട്ടയിടുന്ന കോഴി. നമ്മുടെ നാട്ടിൽ വളരെയധികം പോപ്പുലർ ആയിട്ട്. അപ്പോൾ അത് ആണ് വൈറ്റ് ഷെൽ കളർ. ബാക്കി നമ്മൾ വിദേശ ഇനം ഇപ്പോൾ ഓസ്ട്രേലിയൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ക്ലാസ് ആണെങ്കിലും അമേരിക്കൻ ക്ലാസ് ആണെങ്കിലും എല്ലാം തിക്ക് ബ്രൗൺ ഷെൽ കളറാണ്. പിന്നെ എങ്ങനെ നമ്മൾ നാടൻ മുട്ട എക്സാക്ട്ലി സെലക്ട് ചെയ്യാമെന്നുള്ളത്, നാടൻ മുട്ടയുടെ വെയിറ്റ് ഏകദേശം ഒരു 40-45 ഗ്രാമേ വരുള്ളൂ. വലിപ്പം കുറവായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടും പിന്നെ ഓഫ് വൈറ്റ് കളറും ടുവേർഡ്സ് ബ്രൗൺ എന്ന് പറയുന്നത് ആ ഒരു നമ്മുടെ സർവേ സ്റ്റഡിയിൽ അല്ലെങ്കിൽ സാമ്പിൾ സ്റ്റഡിയിൽ ഏകദേശം 10% താഴെ മാത്രമേ ഉള്ളൂ ടിപ്പിക്കൽ ബ്രൗൺ കളർ. വിദേശ ഇനം മിക്കവാറും എല്ലാം ബ്രൗൺ ആണ് താനും. അപ്പോൾ അതായത് ഒരു മുട്ടയുടെ തോടിൻ്റെ നിറം തീരുമാനിക്കുന്നത് അത് നാടനാണോ അല്ലെങ്കിൽ പിന്നെ വിദേശിയാണോ അല്ലെങ്കിൽ ഫാമുകൾ വളർന്നതാണോ എന്നതിനെ അടിസ്ഥാനമാക്കിയല്ല. അത് അതിൻ്റെ ജെനറ്റിക്സ് ആണ് അല്ലെങ്കിൽ ബ്രീഡ് ഫാക്ടർ ആണെന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു യഥേഷ്ടമായിട്ട് ബ്രൗൺ കളർ മുട്ടയാണെങ്കിൽ നാടൻ മുട്ടയാണ് എന്ന് വിശ്വസിച്ച് വാങ്ങുന്നവരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ കബളിപ്പിക്കപ്പെടുകയാണ്. അതെ 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 അതെ. ഹരി, അപ്പോൾ ഈ പോഷക സംബന്ധമായി നോക്കിക്കഴിഞ്ഞാൽ നാടൻ മുട്ടയും അല്ലെങ്കിൽ കമേഴ്സ്യൽ എഗ്ഗും ആ മുട്ടകൾ തമ്മിൽ പോഷക സംബന്ധമായിട്ടുള്ള വ്യത്യാസം എന്താണ്? അതായത് മുട്ട ഒരു സൂപ്പർ ഫുഡാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മെയിൻലി പ്രോട്ടീൻ ഒറിജിൻ, അതിൽ 9 അമിനോ ആസിഡ്സ് ഉണ്ട്, കംപ്ലീറ്റ് ഫുഡാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന പ്രോട്ടീൻ അല്ലെങ്കിൽ എനർജി നമ്മൾ 100 ഗ്രാമിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 100 ഗ്രാമിൽ പൊതുവേ ഒരു 6 to 7 ഗ്രാം പ്രോട്ടീൻസ് ഉണ്ടാവും. അപ്പോൾ അത് ബേസ്ഡ് ഓൺ നമ്മൾ 100 ഗ്രാം ആകുമ്പം ഒരു 57 ഗ്രാമുള്ള അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എഗ്ഗ് കഴിക്കുന്ന ആണ് എപ്പോഴും നമ്മൾ പ്രോട്ടീൻ കൂടുതൽ കിട്ടാൻ, റൈദർ ദാൻ 45 ഗ്രാം. ആ ഒരു കൺസെപ്റ്റ് പലർക്കും മനസ്സിലാവുന്നില്ല. പിന്നെ ഇതെല്ലാം പ്യുവർലി ഡിപ്പെൻഡ് ഓൺ ദ ഹൗ യു ആർ റിയറിങ്. ആ റിയറിങ് പാറ്റേണുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഇപ്പോൾ ഇൻറ്റൻസീവ് ആണെങ്കിൽ പോഷക ഗുണമുണ്ട് എന്ന് തീരുമാനിക്കുന്നത് ആ മുട്ട ഇടുന്ന കോഴി എന്ത് കഴിക്കുന്നു എന്നതിനെ ആശ്രയിച്ച്. എക്സാക്ട്ലി. അതൊക്കെ അതിലെ തീറ്റയിൽ നിന്നാണ് കൃത്യമായിട്ടത് വരുന്നത്. അതിൻ്റെ ഒപ്പം കുറച്ചൊരു ഇത് റിയറിങ് പാറ്റേൺസിലുണ്ട്. അപ്പോൾ ഇൻറ്റൻസീവായിട്ട് വരുമ്പം നമ്മൾ ഈവൻ മുട്ടയുടെ പിഗ്മെൻറ്റ്സ് അടക്കം വരുന്നത് യെല്ലോ മെയ്സ് എന്ന് പറയുന്നത് കോൺ സോയ ഡയറ്റാണ്, നമുക്കറിയാം. സോയാബീനും അല്ലെങ്കിൽ മെയ്സും. അപ്പോൾ അതിൻ്റെ ഒരു യെല്ലോ കളറൊക്കെ വരുന്നത്. പക്ഷെ അതേസമയം ഇത് പുറത്ത് അഴിഞ്ഞു വിട്ട് നടന്ന് സ്വന്തമായി കഴിക്കുമ്പോൾ, എസ്പെഷ്യലി നമ്മൾ നോക്കുമ്പോൾ കുട്ടനാട് ഏരിയയിലൂടെ പോവുക, അവിടുന്ന് ഒരു താറാമുട്ട വാങ്ങിച്ച് പൊട്ടിച്ച് നോക്കി കഴിഞ്ഞാൽ ടുവേർഡ്സ് ഓറഞ്ച് കളറുണ്ട്. കാരണം അത് സ്കാവഞ്ച് ചെയ്ത് നടന്ന് അഴിഞ്ഞ് ഈവൻ പ്രോൺ വേസ്റ്റുകൾ, മെറൈൻ ആൽഗ ഇതെല്ലാം കഴിക്കുമ്പോൾ അതിന് ഓറഞ്ച് കളർ വരുന്നുണ്ട്, കരോട്ടനോയിഡ് പിഗ്മെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു വ്യത്യാസം. അപ്പോൾ അങ്ങനെ ഫ്രീ റേഞ്ച് പോകുമ്പോഴത്തേക്ക് ഒരു ഫാറ്റി ആസിഡ് പ്രൊഫൈൽ ഇച്ചിരി കൂടുന്നതിൽ ഒഴിച്ച് മറ്റ് ഇതെല്ലാം ഇൻറ്റൻസീവ് ആണെങ്കിലും കമേഴ്ഷ്യൽ ആണെങ്കിലും അതിലെ പ്രോട്ടീനും എനർജിയൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഹരി, ഈ ഇറച്ചിയുടെ കാര്യത്തിൽ എന്ന പോലെ തന്നെ മുട്ടയെ സംബന്ധിച്ചും ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് മുട്ടയിൽ കൂടെ മനുഷ്യ ശരീരത്തിലെത്തുന്ന ആൻറ്റിബയോട്ടിക്സിനെ കുറിച്ചും ഹോർമോണിനെ കുറിച്ചിട്ടുള്ള ആശങ്കയാണ്.
ഞാനത് സ്പെസിഫിക് ആയിട്ട് പറയാൻ കാരണം ഈ അടുത്ത കാലത്ത് ഹാർമണിയിൽ വന്ന ഒരു ക്ലയൻറ്റാണ്. അവർ പിന്നെ ഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പല ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിനൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അവരുടെ ഗൈനക്കോളജിസ്റ്റ് അവരോട് ആവശ്യപ്പെട്ടത് അവരുടെ ട്രീറ്റ്മെൻറ്റിന് മുമ്പ് പൂർണ്ണമായിട്ടും മുട്ടയും ഇറച്ചിയും അവരുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് ആവശ്യപ്പെട്ടത്. കാരണം ഒരു ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് അത് ആവശ്യമാണെന്ന് പറഞ്ഞു. സോ ക്ലയൻറ്റും കൺഫ്യൂസ്ഡായി. എനിക്ക് തോന്നുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഒരുപക്ഷെ ഇത്തരം ഒരു ആശങ്ക മുട്ടയെ സംബന്ധിച്ച് ഉണ്ട്, ഇറച്ചിയിലെന്ന പോലെ. എന്താണ് എക്സാക്ട്ലി ദ റോൾ ഓഫ് ആൻറ്റിബയോട്ടിക്സ് ആൻഡ് ഹോർമോൺസ് ത്രൂ എഗ്സ് ഇൻ ഹ്യൂമൻ ഹെൽത്ത്? ഈ ഹോർമോൺസ് എന്നുള്ള കാര്യം അങ്ങ് മാറ്റി വയ്ക്കുക. കാരണം അതില്ലാന്ന് നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ വിശദമായി ചർച്ച ചെയ്തതാണ്. കാരണം ഈ എഗ് പ്രൊഡക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ മീറ്റ് പ്രൊഡക്ഷൻ ആണെങ്കിലും നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് 2-3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, സെലക്ഷൻ ആൻഡ് ബ്രീഡിങ്. നന്നായിട്ട് സെലക്ട് ചെയ്ത് അടുത്ത തലമുറയിലെ ബെസ്റ്റ് പാരൻസിനെ ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ പോകുന്ന ജനറ്റിക്കൽ മെറിറ്റാണ് ഒരു 80% ഇതിൽ റോൾ വഹിക്കുന്നത്. ഇറച്ചി കൂടുതലുണ്ടാകാനും മുട്ട കൂടുതലുണ്ടാകാനുള്ള കാരണം അതിൻ്റെ ജനിതകമായിട്ടുള്ള പ്രത്യേകതകൾ. നമുക്ക് ഫോർ എക്സാമ്പിൾ നോക്കിയാൽ അറിയാം, 2-3 ലിറ്റർ പാല് കറക്കുന്ന പശുവെന്ന് നമ്മൾ 40 ലിറ്റർ പാല് കറക്കുന്ന പശുവായി. ടിഷ്യൂ കൾച്ചർ വാഴകളായി, ഇപ്പോൾ വളരെ ചെറിയ തെങ്ങുകളായി. അപ്പോൾ അതിലൊന്നും ഇല്ലാത്ത ഇത് ഇറച്ചിക്കും മുട്ടയ്ക്കും മാത്രം വരുമ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ കോമ്പോസിറ്റ് ഫീഡിങ് സ്ട്രാറ്റജി. ഇപ്പോൾ സാർ ന്യൂട്രീഷനിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് അതിൽ കൂടുതൽ പറയണ്ടെന്ന് തോന്നുന്നു. അപ്പം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രിസൈസ് ന്യൂട്രീഷനാണ് ഓരോ ബേർഡ്സിന് ഏജിന് അനുസരിച്ച് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രൊഡക്ഷൻ കൂടുന്നത്. അപ്പം നമ്മൾ ബ്രീഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല തീറ്റയുണ്ട്, പിന്നെ ബയോസെക്യൂരിറ്റി എന്ന് പറയുന്നത് നല്ല മാനേജ്മെൻറ്റും ബയോസെക്യൂരിറ്റി, അതായത് ജൈവ സുരക്ഷ എന്ന് പറയും. ഇതെല്ലാത്തിൻ്റെ ആകത്തുകയാണ് ഈ എൻഹാൻസ്ഡ് പ്രൊഡക്ഷൻ എന്നുള്ളത്. അപ്പോൾ ഈ മറ്റേ ഹോർമോൺ എന്നൊക്കെ ഉള്ളത് ഒരു കെട്ടുകഥയായിട്ട് നമുക്ക് തള്ളിക്കളയാം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഹരി കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ നമ്മുടെ കോഴി ഇറച്ചിയുടെ കാര്യത്തിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അതായത് ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ഹോർമോണുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കോഴിയുടെ ഇറച്ചി ആയിക്കോട്ടെ മുട്ട ആയിക്കോട്ടെ അത് അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കാമെന്ന് കരുതുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യലി വയബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനേ അല്ല. അതിനകത്തൊരു വളരെ സീറോ ബെനിഫിറ്റാണ് ഫാർമേഴ്സിന് കിട്ടുന്നത്. തീർച്ചയായും. അപ്പോൾ ഇത് വെറും ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ്, അതിനകത്ത് യാതൊരു സയൻസും ഇല്ല. പിന്നെ ടുവേർഡ്സ് രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, അതിൽ കുറച്ച് കൺസേൺ എനിക്കുമുണ്ട്. കാരണം നമ്മളിപ്പം ഇൻറ്റൻസീവ് രീതിയിലേക്ക് ഫാമിംഗ് മാറിയപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഒരു ചെറിയ ഏരിയയിൽ നമ്മൾ ഒരുപാട് എണ്ണത്തിന് ഇട്ട് വളർത്തുന്നു. അതിൻ്റെയൊക്കെ ഒരുപാട് ക്രിറ്റിസിസംസ് ഉണ്ട്. ഫാക്ടറി എന്താണ് ചിക്സ് എന്നും എഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ക്രിറ്റിസിസംസ് ഉണ്ട്. ഓക്കെ, അവിടെ ബയോസെക്യൂരിറ്റി ബ്രീച്ച് നടന്നു കഴിഞ്ഞാൽ, ബയോസെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവ സുരക്ഷ, അതായത് നമ്മൾ ഫാമിലേക്ക് ഒരു അണുക്കളെ കയറാതിരിക്കാൻ നോക്കുന്നു, ആ അണുക്കൾ അവിടെ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ നോക്കുന്നു. കോഴികൾക്ക് അസുഖം വരാതിരിക്കാനായിട്ടുള്ള ഒരു മുൻകരുതൽ. അത് ചീപ്പസ്റ്റ് ഒരു മെത്തേഡാണ് ബയോസെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ബ്രീച്ച് വരികയും അസുഖങ്ങൾ ഈ തീറ്റയിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് ഉൾപ്പെടുത്താറുണ്ടോ? തീറ്റയിൽ റെഗുലറായിട്ട് ശരിക്കും പ്രീ സ്റ്റാർട്ടറിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ആൻറ്റിബയോട്ടിക്കായിട്ട് ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തുമെങ്കിലും ടുവേർഡ്സ് ഫിനിഷർ സ്റ്റേജിലൊന്നും അല്ലെങ്കിൽ എഗ് ലേയിങ് സ്റ്റേജിലൊന്നും സാധാരണ ആൻറ്റിബയോട്ടിക് ഉൾപ്പെടുത്താറില്ല. പ്രൊഫൈലൈറ്റിക് ആയിട്ട് ഇപ്പോൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് ഒക്കെ അത് കംപ്ലീറ്റ്ലി ബാൻഡാണ്. അവിടെ പ്രൊഫൈലൈറ്റിക് ആയിട്ട് പോലും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഫോർ എക്സാമ്പിൾ നമ്മളൊരു അസുഖം വരുന്നു, അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. ആ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ദർ ഇസ് എ വിഡ്രോവൽ പീരിയഡ്. ഓരോ ആൻറ്റിബയോട്ടിക്കിനനുസരിച്ച് ചിലപ്പം ആ ക്ലാസ്സിനനുസരിച്ച് ചിലപ്പോൾ ഒരാഴ്ചയാവാം, ചിലപ്പോൾ 10 ഡേയ്സോ 14 ഡേയ്സോ ആവാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിഡ്രോവൽ പീരിയഡ് പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇറച്ചിക്കായിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ മുട്ട വിപണനം ചെയ്യുകയോ ശ്രദ്ധിക്കണം. പക്ഷേ 1 ലക്ഷം മുട്ടകളും 5 ലക്ഷം മുട്ടകളും ഉള്ള കമേഴ്ഷ്യൽ ഫാംസിൽ ആ വിഡ്രോവൽ പീരിയഡ് ആരെങ്കിലും പാലിക്കുന്നുണ്ടോ? ആ വെറ്റിനറിയൻ ചിലപ്പോൾ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. കാരണം ഹി ഈസ് ഡൂയിങ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇത്രയും വരുന്ന ലക്ഷക്കണക്കിന് മുട്ടകൾ ആ വിഡ്രോവൽ പീരിയഡ് കഴിഞ്ഞിട്ട് വരുന്നതാണോ? ദർ ഇസ് എ കൺസേൺ. അവിടെ ഫാർമിന് വലിയൊരു നഷ്ടം ഉണ്ടാകാൻ സാധ്യതയാണ്. അതെ, ആ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു ത്രെറ്റ് ഇൻറ്റൻസീവ് ഫാമിൽ കാണുന്നു എന്നുള്ളതൊരു സത്യം തന്നെയാണ്. അപ്പോൾ അതായത് ഹോർമോണിൻ്റെ സാധ്യതകൾ നമുക്ക് പൂർണ്ണമായിട്ട് അവഗണിക്കാം. ഹോർമോൺ സംബന്ധമായ വിഷയം മുട്ടകളിലും ഇറച്ചികളിലും ഇല്ല എന്നുള്ളത്. പക്ഷേ ആൻറ്റിബയോട്ടിക് ഒരു ഗൗരവമുള്ള വിഷയമാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഹരി, എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ കോഴികളിൽ കൂടെ മാത്രമല്ല, ഇന്ന് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് തന്നെ വളരെയധികം ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, AMR എന്ന് പറയുന്നത്. തീർച്ചയായും. അവിടെ ഈ കോഴികളുടെ തീറ്റയും കോഴികളിൽ കൂടെ വരുന്ന പിന്നെ ആൻറ്റിബയോട്ടിക്സിൻ്റെ റെസിഡ്യൂസും തീർച്ചയായിട്ടും ഹ്യൂമൻ ഹെൽത്തിന് വളരെ വലിയ ഫാക്ടറാണ്. അതിൽ കോഴികളെ മാത്രം, കോഴി ഇറച്ചിയെ മാത്രം, കോഴി മുട്ടയെ മാത്രം പഴിച്ചിട്ടല്ല കാര്യം. അതൊരു വളരെയധികം ഗ്ലോബലായിട്ടുള്ള, ഇപ്പോൾ ഒരു പക്ഷേ 2050 ആവുമ്പോൾ അല്ലേ, ഒരു
ഇൻവിസിബിൾ ആയിട്ടുള്ള പാൻഡമിക് ആണ് എന്നാണ് ഈ അദൃശ്യ മഹാമാരി ആയിട്ടാണ്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നത് ഹരി നേരത്തെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഫാക്ടറാണ്. കോഴികൾക്ക് തീറ്റയിൽ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത് അത് അതിൻ്റേതായിട്ടുള്ള ശാസ്ത്രീയമായ കാരണങ്ങളുണ്ട്. പക്ഷേ അത് ശരിയായ സമയത്ത് വിഡ്രോവൽ ഉണ്ടാക്കി കോഴി മുട്ടയിലും കോഴി ഇറച്ചിയിലും ആൻറ്റിബയോട്ടിക് ഇല്ല എന്ന് ഉറപ്പാക്കാനുള്ള നിയമങ്ങളുണ്ട്. പക്ഷേ അത് നമ്മൾ വേണ്ട രീതിയിൽ പരിപാലിക്കാത്തതായിരിക്കാം ഒരുപക്ഷെ ആൻറ്റിബയോട്ടിക് വരാനുള്ള പ്രധാന തീർച്ചയായും. ഈ റീസെൻ്റായിട്ട് വളരെയധികം മുട്ട ഉപയോഗിച്ചിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടു. ഇപ്പോൾ ഉദാഹരണത്തിന് മയോണൈസ് പോലത്തെ പ്രശ്നങ്ങൾ നമുക്കിന്ന് വളരെ കോമൺ ആയിട്ടുണ്ട്. ഈവൻ മരണം വരെ ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ അതുപോട്ടെ മയോണൈസ് വരെ എത്തിയില്ലെങ്കിൽ പോലും നമ്മൾ സാധാരണ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ടിരുന്ന മുട്ട അതൊരു ഹെൽത്തി ടു ഈറ്റ് ആണോ എന്നുള്ളതും എത്ര നാൾ സൂക്ഷിച്ചു വെക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ടാവും. നമുക്കിപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ മുട്ട എന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്നാണ് ഫാമിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടതെന്ന് അറിയാനൊരു മാനുഫാക്ചറിംഗ് ഇല്ല. അത് പ്രിൻ്റ് വേണം എന്നൊക്കെ ഇപ്പം പാൽ പാക്കറ്റ് ആണെങ്കിൽ നമ്മളത് നിർബന്ധമാണ്. പക്ഷെ ആ മുട്ടയിലേക്ക് അത് വന്നിട്ടില്ല എന്നുള്ളതാണ് കൺസേൺ നമ്പർ 1. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടേണ്ടത് ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും അതുണ്ട്. അത് അറ്റ്ലീസ്റ്റ് അവർ പാക്കിങ്ങിലെങ്കിലും അത് നിർബന്ധമാണ്. നമ്മുടെ നാട്ടിലേക്ക് അതെ അത് യൂസ് ബൈ ഡേറ്റും അവിടെ അടിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് അത് വരണം. പോയിന്റ് നമ്പർ 1. നമ്മൾ സാറിന് മാനുഫാക്ചറിംഗ് ഡേറ്റ് യൂസ് ബിഫോർ പിന്നെ അവിടെയൊക്കെ കൃത്യമായിട്ട് 2 സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. ഒന്ന് ഇവർ ക്ലീനായിട്ട് സാനിറ്റൈസ് ചെയ്ത് ഉടനെ റെഫ്രിജറേറ്റ് ചെയ്യുന്ന കൺസെപ്റ്റ്, അതാണ് US-ലൊക്കെ ഫോളോ ചെയ്യുന്നത്. അതേസമയം UK-യിലാണെങ്കിൽ ഇത് സാനിറ്റൈസ് ചെയ്യരുത്. കാരണം ദർ ഇസ് എ ക്യൂട്ടിക്കിൾ, അതിൻ്റെ പുറത്തൊരു ആവരണമുണ്ട്. അപ്പോൾ അത് ഡിസ്റ്റർബ്ഡ് ആവുന്നതുകൊണ്ട് അവരത് ചെയ്യാതെ വേണമെങ്കിൽ മാത്രം ഒന്ന് ജസ്റ്റ് സാനിറ്റൈസർ ഉപയോഗിച്ച് റബ്ബ് ചെയ്തിട്ട് ദർ ഇസ് നോ വാഷിംഗ് ഇൻവോൾവ്. അപ്പോൾ അത് കഴിഞ്ഞ് അവർ കൃത്യമായിട്ട് ഫ്രീസ് ചെയ്തല്ല റെഫ്രിജറേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന രീതിയാണ്. മുട്ട എത്ര നാൾ വരെ സ്റ്റോർ ചെയ്യും? നമ്മുടെ നാട്ടിലൊരു കൺസെപ്റ്റ് വെച്ച് നമ്മുടെ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണല്ലോ, നമ്മൾ മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം 10 ദിവസം വരെ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ അന്തരീക്ഷ ഊഷ്മാവിൽ 10 ദിവസം വരെ വിത്തൗട്ട് മച്ച് ക്വാളിറ്റി ഡിറ്റീരിയറേഷൻ. ഞാൻ പറയുന്നത് 11ാം ദിവസം അപകടമെന്നല്ല, വിത്തൗട്ട് മച്ച് ക്വാളിറ്റി ഡിറ്റീരിയറേഷൻ നിങ്ങൾക്ക് 10 ദിവസവും നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യുകയാണെങ്കിൽ 1 മാസം തൊട്ട് അല്ലെങ്കിൽ 1.5 മാസം വരെ നമുക്ക് സ്റ്റോർ ചെയ്യാം. ശരി. അപ്പോൾ ഈ മുട്ട എന്തായാലും മുട്ട പൊട്ടിച്ചിട്ടാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. സപ്പോസ് പൊട്ടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മുട്ട കേടായോ ഇല്ലെന്ന് എങ്ങനെ അറിയാം? നമുക്ക് വീട്ടിൽ പലരും വാങ്ങിക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് താറാ മുട്ടയൊക്കെ പെട്ടെന്ന് കേടാവുന്ന ഇഷ്യൂസ് പറയാറുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, റാൻഡമായിട്ടൊരു മുട്ട എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇടുക. അപ്പോൾ വെള്ളത്തിൽ അത് കൃത്യമായിട്ട് താഴെ പോയി കിടക്കുന്നുണ്ടെങ്കിൽ അത് റിലേറ്റീവ്ലി സേഫാണ്, ഫ്രഷ് ആണെന്ന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ അത് പൊങ്ങി വരുന്നതിനനുസരിച്ച് ചെറുതായ പഴക്കമുണ്ട്. വൺസ് ഇറ്റ് ഈസ് ഫ്ലോട്ടിങ് നമ്മൾ ഉപയോഗിക്കരുതെന്നാണ് പറയുക. അത് പൊട്ടിക്കുമ്പോൾ ചിലപ്പം അതിൻ്റെ മണമോ വിസിബിളി ഇഷ്യൂസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ മുട്ട മൂലം ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചൊരു പോയിന്റാണ് മയോണൈസിൽ ഇന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ്. എവിടെയാണ് അവിടെ അതിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള സുരക്ഷ എന്താണ്? അതെ, ഷവർമ കഴിച്ച് മരണം അല്ലെങ്കിൽ മറ്റെന്താണ് കുഴിമന്തി, ഇതിനോടൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ പലപ്പോഴും അതിൽ ഈവൻ ടോക്സിൻ വരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. മേ ബി നമുക്കിതെല്ലാം ന്യൂട്രീഷ്യസ് സാധനം ആയതുകൊണ്ട് അതോടൊപ്പം നമ്മളെപ്പോലെ തന്നെ ആക്രാന്തം ഈ പറയുന്ന മൈക്രോബ്സിനും ഉണ്ടാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ മാത്രമല്ല മുട്ട വളരെ നല്ലൊരു കൾച്ചർ മീഡിയമാണ്. അപ്പോൾ മുട്ടയിലൂടെ ഏറ്റവും പൊട്ടൻ്റായിട്ട് നമ്മൾ പറയുന്നത് സാൽമോണല്ലയാണ്. സാൽമോണല്ല ഭയങ്കരമായിട്ട് നമുക്ക് ടോക്സിൻ ആണ്. നമുക്ക് ക്രാംസ് ഉണ്ടാവാം, അല്ലെങ്കിൽ വോമിറ്റിംഗ്, ഡയറിയ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ കോളി, കാമ്പൈലോ ബാക്ടർ ഇതുപോലത്തെ ഉള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരാം. അപ്പോൾ സാൽമോണല്ല പ്രിവെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പം നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും ഹോം മെയ്ഡ് മയണൈസസ് അല്ലെങ്കിൽ ഹോട്ടലിലെ മയണൈസസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. മെയിനായിട്ട് ഇതിന് ഉപയോഗിക്കുന്നത് ഓയിലും എഗ്ഗുമാണ്. അപ്പോൾ ഈ എഗ്ഗ് പാസ്ചറൈസ് ചെയ്ത് ഉപയോഗിക്കണമെന്നൊരു നിയമം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു. ഇത് സാൽമോണല്ല പോയ്സണിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉപയോഗിക്കണമെന്ന് പറയുന്നത്. പക്ഷേ പാസ്ചറൈസേഷൻ കുറച്ച് ഡിഫിക്കൽട്ടാണ് അച്ചീവ് ചെയ്യാൻ. അതുകൊണ്ട് പലരും റോ എഗ്ഗ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരുപാട് സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ മയോണൈസ് എന്ന് പറയുന്നത് ഇത്രയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൾച്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ 2 മണിക്കൂർ അല്ല 3 മണിക്കൂറിൻ്റെ അപ്പുറത്തേക്ക് ഇത് റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് കഴിഞ്ഞാൽ റിസ്ക്കിയാണ്. പലപ്പോഴും രാവിലെ ഒരു കുപ്പി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മൾ അൽഫാമിൻ്റെയും ഷവർമയുടെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കുന്നത്. അപ്പോൾ ദർ ഇസ് എ റിസ്ക്. അപ്പോൾ അവിടെ മൈക്രോബ്സ് ഡെവലപ്പ് ചെയ്യാനും അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഹരി, മുട്ട ഇന്ന് ഒരു ഭക്ഷ്യവസ്തു രീതിയിൽ വളരെയധികം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി ഇന്ന് ആ പ്രോട്ടീൻ്റെ ഒരു ഫോക്കസ് ഇന്ന് ഡയറ്റിൽ വന്നു. മാത്രമല്ല മുട്ട വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ്. ഇപ്പോൾ രാവിലെ ഒരു എഗ്ഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് വളരെ കൺവീനിയൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് ധർമ്മസങ്കടത്തിലാവുന്നത് ഒന്ന്
വെജിറ്റേറിയൻസാണ്. വെജിറ്റേറിയൻസിനെ സംബന്ധിച്ച് പൊതുവേ പാല് അക്സെപ്റ്റബിളാണ്, ഈവൻ ദോ അതൊരു അനിമൽ പ്രോട്ടീൻ ആണെങ്കിലും പാൽ അക്സെപ്റ്റബിളാണ്. പക്ഷേ മുട്ടയെ സംബന്ധിച്ചുള്ള കൺഫ്യൂഷൻ ഉണ്ട്. ഇതിനിടയ്ക്ക് ഒരു ചർച്ചയുണ്ട്, മുട്ട വെജിറ്റേറിയൻ ആണ് എന്നുള്ള ചർച്ചയാണ്. എന്താണ് ആക്ച്വലി ഈ ഒരു ആസ്പെക്റ്റിൽ ഈ ഫീൽഡിലൊരു ഒരു ഒരു എക്സ്പെർട്ട് എന്നതിൽ പറയാനുള്ളത്? അതൊരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് ചിലപ്പോൾ വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ അതിന് കൊടുക്കുന്നൊരു ആൻസർ, നിങ്ങൾ പാല് കുടിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ മുട്ട വെജിറ്റേറിയൻ ആണ്. കാരണം നമുക്കിന്ന് കിട്ടുന്ന കടകളിൽ നിന്ന് കിട്ടുന്ന ബഹുഭൂരിപക്ഷം മുട്ടകളും അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗാണ്. അതായത് പലർക്കും അറിയില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ ഒരു ഭ്രൂണമില്ല. കാരണം ഈ മുട്ട ഉൽപ്പാദനം എന്ന് പറയുന്നത് ഈ ഫീമെയിൽ ചിക്കനെ സംബന്ധിച്ചിടത്തോളം ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. പലരും വിചാരിക്കുന്നത് അതിന് മെയിലിൻ്റെ ആവശ്യം ഉണ്ടെന്നാണ്. ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഉള്ള മുട്ടകളാണ് നമ്മൾ കടയിൽ നിന്ന് മിക്കവാറും കിട്ടുന്നത്. കാരണം ഇത് വലിയ വലിയ കമേഴ്ഷ്യൽ ഫാംസുകളിൽ ഓരോ കേജിലായിട്ട് നിൽക്കുന്ന മുട്ടകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ദർ ഈസ് നോ ഫെർട്ടിലൈസേഷൻ, അത് എംബ്രിയോ ഡെവലപ്മെൻറ്റിലേക്ക് വരുന്നില്ല. അപ്പോൾ അത് പാല് കുടിക്കുന്നത് പോലെ തന്നെ ഇതൊരു വെജിറ്റേറിയൻ ആണെന്നുള്ളതാണ് കൺസെപ്റ്റ്. ഇത് തന്നെ മഹാത്മാഗാന്ധി വരെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതേസമയം നമ്മൾ പൂവൻ ഇണചേർന്നിട്ടുള്ള അല്ലെങ്കിൽ എംബ്രിയോ ആയിട്ട് വരുന്ന മുട്ടകളെയാണ് നമ്മൾ നോൺ വെജ് വിഭാഗമായിട്ട്, ഇത് അടവച്ചാൽ കോഴിക്കുഞ്ഞുണ്ടാകുന്ന അതായത് പൂവൻ ഇണ ചേർന്ന് ഇത് എംബ്രിയോ വളരുന്ന മുട്ടകളെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഫെർട്ടിലൈസ്ഡ് എങ്ങനെയാണ് നമ്മൾ നോൺ വെജ് ആയിട്ട് പറയുക. എന്നാലും തീവ്ര മറ്റേ വെജിറ്റേറിയൻസ് ആൾക്കാർ സമ്മതിക്കില്ല. അപ്പോൾ അവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പാല് കുടിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മുട്ടയും അത് വെജിറ്റേറിയൻ ആയിട്ട് തന്നെ കണക്കാക്കി കഴിക്കാവുന്നതാണ്. അങ്ങനെ മാറിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എന്നാലും നമുക്കിതൊക്കെ സെൻറ്റിമെൻ്റൽ വിഷയമാണല്ലോ. അൾട്ടിമേറ്റ്ലി ഭക്ഷണം എന്ന് പറയുന്നത് അവരവരുടെ പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ നമുക്ക് അതൊരു ഗൈഡൻസ് കൊടുക്കാം, ബാക്കിയെല്ലാം അവരുടെ വെജ് എഗ് നോൺ വെജ് എഗ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ മുട്ടയുടെ വെള്ള മാത്രം കഴിക്കുന്ന ഒരു 55% ഓഫ് പ്രോട്ടീൻ മാത്രമേ ഈ വെള്ളയിലുള്ളൂ. ബാക്കി 45% ഈ പറയുന്ന വൈറ്റമിൻസും ട്രെയിൻസ് മിനറൽസും കൊളീനും ല്യൂട്ടീനും സിയാസാന്തിനും എല്ലാം മുട്ടയുടെ മഞ്ഞയിലാണ്. അപ്പോൾ മുട്ട കഴിക്കുമ്പോൾ നമ്മൾ മുഴുവനായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. പലപ്പോഴും ഈ ജിമ്മിൽ പോകുന്നവരൊക്കെ അഡീഷണൽ ആയിട്ട് പിന്നെ അവരോട് വൈറ്റും കൂടെ കഴിക്കാൻ പറയുന്നത് കൊളസ്ട്രോൾ പേടിച്ചിട്ടല്ല. കാരണം കാലറി എന്ന് പറയുമ്പോൾ ഒരു ഫുൾ മുട്ടയാകുമ്പം 70 കിലോ കാലറിയാണ്. പക്ഷേ വെള്ളം മാത്രം വരുമ്പോഴത്തേക്ക് 15 കിലോ കാലറിയേ ഉള്ളൂ. പക്ഷേ അപ്പം 2, 3, 4 ഈവൻ 5 മുട്ടകൾ വരെ ഫുള്ള് കഴിച്ചിട്ട് പിന്നെ വെള്ളം മാത്രം കഴിക്കാനായിട്ട് അവരോട് അഡ്വൈസ് ചെയ്യുന്നത് കാലറിയാണ്. അല്ലാതെ അത് മുട്ടയിലുള്ള കൊളസ്ട്രോളോ അല്ലെങ്കിൽ മുട്ടയിലെ ബാക്കി എല്ലാ ഗുണങ്ങളും ഈ മഞ്ഞയിലാണ്. അപ്പം എനിക്ക് എല്ലാവരോടുള്ള അഡ്വൈസ്, ഡെയിലി 1, 2 മുട്ട നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം. അത് കഴിക്കുമ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കഴിക്കാം. എനിക്ക് തോന്നുന്നു മനുഷ്യൻ കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് അവൻ്റെ ഭക്ഷണത്തിൻ്റെ മുട്ട ഉപയോഗിക്കുന്നുണ്ട്. ഹണ്ടർ ഗ്യാദറേഴ്സ് മുതൽ ഉപയോഗിക്കുന്നുണ്ട്. വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് മുട്ട കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നൊരു 8,000-10,000-ഓളം വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. ഇന്നും മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവങ്ങളൊന്നും മുട്ട തന്നെയാണ്. പക്ഷേ ഇന്ന് ആ മുട്ടയുടെ ഒരു സ്വാഭാവിക തലത്തിൽ നിന്ന് അവൻ്റെ ആരോഗ്യത്തിനും അവൻ്റെ വർദ്ധിച്ച പോഷക ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്നതിനായിട്ട് വളരെയധികം ഒരുപാട് സാങ്കേതിക വിദ്യകൾ ഇതിൽ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ വളരെ കൂടുതൽ കേൾക്കുന്ന ഒന്നാണ് ഒമേഗ-3 മുട്ടയും പ്രോട്ടീൻ മുട്ടയും. ശരിക്കും ഒമേഗ-3 മുട്ടയുണ്ടോ, പ്രോട്ടീൻ മുട്ടയുണ്ടോ? തീർച്ചയായിട്ടും ഇത് വാല്യൂ അഡീഷൻ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഇപ്പോൾ ഒരുപാട് ഓൺട്രപ്രണേഴ്സ് ആ രീതിയിലേക്ക് വരുന്നുണ്ട്. അതായത് സ്വാഭാവികമായിട്ടുള്ള മുട്ടയിലെ പ്രോട്ടീനും അല്ലെങ്കിൽ ന്യൂട്രീഷനും പുറമെ നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മുകളിലോട്ട് ചെയ്യുന്നു. അത് ഫോർ എക്സാമ്പിൾ അതിന് മറ്റേ ചില ഫോർ എക്സാമ്പിൾ സുഗുണ ഹാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുട്ടകൾ, അല്ലെങ്കിൽ അങ്ങനെ മൾട്ടിനാഷണൽ കമ്പനീസ് പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ സാധനം അവർ ഡിസൈൻ ചെയ്ത്, അതിനുകൊണ്ടാണ് നമ്മൾ ഡിസൈനർ എഗ് എന്ന് പറയുന്നത്. അതിനൊരു ക്ലാസിക്കൽ എക്സാമ്പിളാണ് ഡോക്ടർ പറഞ്ഞ ഈ ഒമേഗ-3 ഫാറ്റി ആസിഡ്സ്. സാധാരണഗതിയിൽ നമ്മളെ മുട്ടയിൽ കാണുന്ന ഒമേഗ-3 ഫാറ്റി ആസിഡിനെ കാട്ടിയും 2-3 തവണ മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. അതിന് മെയിനായിട്ട് ലിൻസീഡ്, ഫ്ലക്സീഡ് ഇതുപോലെ സാധനങ്ങളോ അല്ലെങ്കിൽ മെറൈൻ ആൽഗ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഫീഡിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യും. അത് മുട്ടയിലേക്ക് വരുമ്പോഴാണ് ആ ഗുണങ്ങൾ കിട്ടുന്നത്. ഒരുപാട് റിസർച്ച് ഈ മേഖലകളിൽ നടക്കുന്നുണ്ട്. ന്യൂട്രാസ്യൂട്ടിക്കൽ എഗ്സ്, ഫൈറ്റോ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സയന്റിഫിക് തീർച്ചയായിട്ടും. ഇപ്പം നമുക്കറിയാം വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ് ഇപ്പോൾ ഇന്ത്യയൊക്കെ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ ഫാക്ടർ. അപ്പോൾ വിറ്റാമിൻ ഡി എൻറിച്ച് ചെയ്യാൻ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ അയോഡിൻ എൻറിച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ കുറേ ഫൈറ്റോ കെമിക്കൽസ് എൻറിച്ച് ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള ഡിസൈനർ എഗ്സിൻ്റെ ഒരു കാലമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനെ നമ്മൾ വളരെയധികം ഒരു പോസിറ്റീവായിട്ടാണ് കാണേണ്ടത്. കാരണം തീർച്ചയായും മനുഷ്യൻ്റെ ആരോഗ്യത്തിൽ പോഷകങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി അത് എത്തിച്ചേരുന്ന സ്വാഭാവികമായിട്ട് ഭക്ഷണങ്ങളെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട്, അതിപ്പോൾ ഒമേഗ-3 ആയിക്കോട്ടെ അല്ലെങ്കിൽ
വൈറ്റമിൻ ഡി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അയഡിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മുട്ടയിൽ കാണുന്ന ബയോട്ടിൻ ആയിക്കോട്ടെ, തുടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ വർദ്ധിച്ച് ഉൾപ്പെടുത്താനായിട്ടുള്ള ഏറ്റവും മികച്ച ശ്രമങ്ങളുടെ ഭാഗം തന്നെയാണ് omega 3. തീർച്ചയായും അപ്പോൾ അതൊരു പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. ഹൗ അബൌട്ട് പ്രോട്ടീൻ എഗ്സ്? പ്രോട്ടീൻ എഗ്സ് എന്ന് പറയുമ്പം എനിക്കതിൽ ചെറിയൊരു അതൊരു ഹൈപ്പാണ്. ഒരു ഹൈപ്പ് എന്നൊക്കെ പറയാം. കാരണം ഓൾറെഡി ഇതൊരു പ്രോട്ടീൻ സാധനമാണ്. 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്, കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ തന്നെ പ്രോട്ടീൻ സമൃദ്ധമാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളത് കുറച്ച് അമിനോ ആസിഡ് പ്രൊഫൈലൊക്കെ കൊടുത്ത് എൻ്റർ ചെയ്യാൻ നോക്കിയാലും മേ ബി ഫൈനൽ ഒരു 0.5 ഗ്രാമോ 1 ഗ്രാമോ ഒക്കെ കൂടും. അതിനൊരു പ്രോട്ടീൻ എഗ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു പ്രോട്ടീനായ സാധനത്തിന് വീണ്ടും പ്രോട്ടീൻ എഗ് എന്ന് പറയുന്നത് അതൊരു ഹൈപ്പൊക്കെ ആയിട്ടാണ് എനിക്ക് മാർക്കറ്റിംഗ് ട്രിക്ക്. അതെ. പിന്നെ ഇപ്പോൾ ഒരുപാട് മറ്റ് സാധനങ്ങളുണ്ട്. ഓർഗാനിക് എഗ് എന്ന് പറഞ്ഞിട്ട് വരുന്നു. ഓർഗാനിക് കൺസെപ്റ്റ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു അച്ചീവ്. ഞാൻ പലയിടത്തും അത് പറയാറുണ്ട്. അപ്പോൾ അതിൽ ആൾക്കാർ സേഫ് ടു ഈറ്റ് എഗ്സ് അല്ലെങ്കിൽ കേജ് ഫ്രീ എഗ്സ്, അതായത് വെൽഫെയർ ആയിട്ട് നമുക്ക് 5 ഫ്രീഡംസ് ഒക്കെ അനിമൽ വെൽഫെയർ വളരെ അതിൻ്റെതായിട്ടുള്ള സ്വാഭാവിക രീതിയിൽ വളർത്തിയിട്ട് കിട്ടുന്ന മുട്ട. പക്ഷേ അതിലെന്തെങ്കിലും പോഷക സംബന്ധ വ്യത്യാസം? പോഷക സമൃദ്ധം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്വന്തമായിട്ട് അഴിഞ്ഞ് നടക്കുന്നത് കൊണ്ട് തീറ്റ അത് സ്വന്തമായി കണ്ടെത്തി കഴിക്കുമ്പോഴുള്ള ഈ പറഞ്ഞ പോലെ ഫാറ്റി ആസിഡ് പ്രൊഫൈലൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതിൽ കവിഞ്ഞ് വലിയൊരു പ്രോട്ടീൻ. അപ്പോൾ ജീവജാലങ്ങൾക്ക് കൊടുക്കേണ്ട പരിഗണനകൾ കൊടുത്ത് വളർത്തുന്ന മുട്ടയുടെ ഒരു ഇമോഷണൽ ആസ്പെക്ട് ഒരു അതിനകത്തുണ്ട്. പിന്നെ വെൽഫെയർ അതിൻ്റെ എല്ലാ വെൽഫെയറും അതിന് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ട് ആ രീതിയിലുള്ള നടക്കാൻ പറ്റുക, ഇഷ്ടം പോലെ വെയിൽ കൊള്ളുക, തീറ്റ കഴിക്കുക. അപ്പോൾ നമുക്ക് അറിയാലോ, നമ്മൾ സന്തോഷമായി ഇരിക്കുന്ന സമയത്താണ് ഹാപ്പി ഹോർമോൺസ് വരുന്നത്. അതുകൊണ്ട് ഹാപ്പി ഹെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ ഹാപ്പി ഹെൻസ് ഉണ്ട്. അങ്ങനെ ആ രീതിയിൽ ഹാപ്പി എഗ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഹാപ്പി എഗ്സ് എന്ന് പറയാം. അങ്ങനെ ഒരുപാട്, അതായത് ഇതെല്ലാം നിഷ് മാർക്കറ്റാണ്. നമ്മൾ താല്പര്യമുള്ളവർ പോയി അത് പ്രീമിയം പ്രൈസിൽ വാങ്ങുക. ആ രീതിയിലുള്ള ഒരുപാട് ഓൺട്രപ്രണറിയൽ ടാപ്പിംഗ് ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫാൾസ് ആയിട്ടുള്ള ആഡോ ഇതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ FSSAIയുടെ കേസിൽ അതൊരു ക്രിമിനൽ കുറ്റമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാരണം ഈ ഹോർമോൺ ഫ്രീ, എക്സാക്ട്ലി അതിലേക്കാണ് ഞാൻ വരുന്നത്. നിങ്ങൾ അഡ്വർടൈസ് ചെയ്ത് ഹോർമോൺ ഫ്രീ എന്നുള്ള ഒരു ഇതിലേക്കൊക്കെ പോകുമ്പോൾ ആരെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ പണി കിട്ടാനുള്ളതാണ്. കാരണം മുട്ടയിൽ ഹോർമോൺ ഫ്രീ ഇല്ല. അപ്പോൾ ഹോർമോൺ ഫ്രീ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഹോർമോൺ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വേറെ മുട്ട ഉണ്ട് എന്നുള്ളത്. അത് അങ്ങനെ ഒരു തീറ്റയോ ഹോർമോണോ നമ്മൾ കൊടുക്കാതെയാണ് ഈ മുട്ട പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ ഹോർമോൺ ഫ്രീ എന്നുള്ള ഒരു ആഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാ മുട്ടയും ഹോർമോൺ ഫ്രീ ആണ്. ഹരി, അതുപോലെ പൊതുവെ ആൾക്കാർ പറയുന്ന അല്ലെങ്കിൽ പലരും വിശ്വസിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മുട്ട കഴിക്കുകയാണെങ്കിൽ ശരീരത്തിൽ ചൂട് വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്കൊന്ന് പല ട്രഡീഷണലായിട്ടുള്ള പല ഡയറ്ററി പ്രോഗ്രാമുകളിലൊക്കെ തന്നെ ഈ ഒരു ആസ്പെക്റ്റ് ഭയങ്കര ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അതിനെന്തെങ്കിലും വസ്തുതയുണ്ടോ? അങ്ങനെ വസ്തുതയൊന്നുമില്ല. പിന്നെ ഡോക്ടർക്ക് അറിയായിരിക്കില്ല, നമ്മുടെ തെർമിക് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം, ഭക്ഷണം ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഊർജ്ജം ആവശ്യമുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തെർമിക് എഫക്റ്റ് മറ്റേ കാർബോഹൈഡ്രേറ്റിനനുസരിച്ച് അല്ലെങ്കിൽ ഫാറ്റ് ആണ് ഏറ്റവും കുറവ്, അതിനനുസരിച്ച് തെർമിക് എഫക്റ്റ് ഉണ്ടാവുന്നതല്ല. ഹരി, മുട്ട മാത്രമല്ല, ഏത് പ്രോട്ടീനാണ് ഭക്ഷണം കഴിച്ചാലും ശരീരത്തിന് കൂടുതൽ ഊർജ്ജം ചെലവഴിച്ചാലേ അതിനെ ദഹിപ്പിക്കാനും അസിമുലേറ്റ് ചെയ്യാനും കഴിയും. അതെ. അതിന് ബോഡി ടെമ്പറേച്ചർ കൂട്ടുന്നതായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അതൊരു കൂടുതലൊരു കൾച്ചറലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വളരെ ട്രഡീഷണൽ ബിലീഫ് മാത്രമാണ്. മുട്ട കഴിച്ചാൽ ശരീരത്തിൻ്റെ ഊഷ്മാവ് വർദ്ധിക്കും, അത് കാരണം പല രോഗങ്ങളുണ്ടാകും, അതുകൊണ്ട് പൈൽസ് വരുമെന്നും അതുപോലെ മുഖക്കുരു വരുമെന്നും ഒക്കെ പറഞ്ഞ് കുറേ പേര് പറയുന്നുണ്ട്. പക്ഷേ സയൻറ്റിഫിക് ആയിട്ട് വാലിഡേഷൻ ഒന്നുമില്ല. ഡോക്ടർക്ക് വേണമെങ്കിൽ എക്സ്പീരിയൻസ് വെച്ച് സപ്ലിമെൻറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഹരി പറഞ്ഞ ഈ മുഖക്കുരുവിൻ്റെ കാര്യം, മുട്ട കഴിച്ചാൽ മുഖക്കുരു ഉണ്ടാവും അല്ലെങ്കിൽ ആക്നി ഉണ്ടാവും, ഞാൻ പറഞ്ഞു എന്നല്ല, നാട്ടുകാർ പറയുന്നു. ഈ ബ്രേക്കൗട്ട്സിൻ്റെ കാര്യത്തിനകത്ത് അതിൻ്റെ ഒരു ശാസ്ത്രീയം നോക്കിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ മുട്ട വളരെ സേഫാണ്, വളരെ സ്കിൻ ഫ്രണ്ട്ലിയാണ്. കാരണം മുട്ടയ്ക്കകത്ത് ഇഷ്ടംപോലെ വൈറ്റമിൻ എ ഉണ്ട്, ബയോട്ടിനുണ്ട്. അതുകൊണ്ട് വളരെ സ്കിൻ ഫ്രണ്ട്ലിയാണ്. സ്കിന്നിനകത്ത് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് മുട്ട. അതുകൊണ്ട് ഇതിനകത്തൊരു സയൻറ്റിഫിക് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. പൊതുവേ മുഖക്കുരു വരുന്നൊരു ഗ്രൂപ്പ് ഓഫ് ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ വളരെയധികം ഷുഗറി ആയിട്ടുള്ള ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകളും ഡയറി പ്രോഡക്ട്സുകളും കഴിക്കുമ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ച് അതൊരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാം. ആ ഇൻഫ്ലമേഷനിൽ നിന്ന് പിന്നെ അതിനെ പ്രൊസീഡ് ചെയ്തിട്ട് ഒരു പക്ഷേ സ്കിന്നിലെ സെബേഷ്യസ് ഗ്ലാൻസിൽ കുറച്ച് കൂടുതൽ സെക്രീഷൻ ഉണ്ടായിട്ടാണ് സാധാരണ മുഖക്കുരു ഉണ്ടാകുന്നത്. പക്ഷേ ഒരു വസ്തുതയുണ്ട്, ഈ മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനായിട്ടുള്ള ആൽബുമിൻ ചില ആൾക്കാരിൽ അതിനകത്തൊരു സെൻസിറ്റിവിറ്റി ഉണ്ടാകും. അപ്പോൾ അത്തരത്തിൽ ആൽബുമിൻ സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ ആൽബുമിൻ ദഹിക്കാനും അസിമുലേറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാകുന്നു, അതുമൂലം ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. ഇൻഫ്ലമേഷൻ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സെബേഷ്യസ് ഗ്ലാൻസിൻ്റെ ആക്ടിവേഷൻ മൂലം മുഖക്കുരു ഉണ്ടാകും. പക്ഷേ അത് വളരെ റെയറാണ്. ഇനി അഥവാ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ക്ലിനിക്കിൽ ചെയ്യുന്നൊരു കാര്യം, അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മുട്ട കഴിച്ചിട്ട്
ഒരു ബ്രേക്ക് ഔട്ട് വരുന്നു, ആക്നി വരുന്നു, ചിലപ്പോൾ ചില ആൾക്കാരിൽ സിസ്റ്റിക് ആക്നി വരെ ഉണ്ടാവാറുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാവുന്നത് ഒരു 3 ആഴ്ച പൂർണ്ണമായിട്ടും മുട്ട അങ്ങ് ഒഴിവാക്കാൻ പറയാം. ഒരു കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യുക. 3 ആഴ്ച എലിമിനേറ്റ് ചെയ്യാൻ സമയത്തിന് ശേഷം അപ്പോൾ എന്ത് ഡിഫറൻസ് ഉണ്ടാവും നോക്കുന്നു. പിന്നീട് വേണമെങ്കിൽ വളരെ സാവധാനത്തിൽ വേണമെങ്കിൽ മുട്ട ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് സ്കിന്നിനെ സംബന്ധിച്ച് പറയുന്നത്. പക്ഷേ പൊതുവേ നമ്മുടെ നാട്ടിൽ പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് മുഖത്തൊരു മുഖക്കുരു വന്നാൽ ഇന്നലെ മുട്ട കഴിച്ചു അല്ലേ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ളൊരു സ്ട്രോങ് അസോസിയേഷൻ മുട്ടയും സ്കിൻ ബ്രേക്ക്ഔട്ട്സും തമ്മിലില്ല. ഈ എഗ് അലർജി എന്ന് പറയുന്നത് ശരിക്കും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000 കുട്ടികൾ എടുക്കുമ്പോൾ ഒരു കുട്ടിക്കൊക്കെ ഈ പറഞ്ഞ പോലെ എഗ് സെൻസിറ്റിവിറ്റി ഉണ്ട്, അതിലുള്ള പ്രോട്ടീൻ സെൻസിറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഉള്ള കേസ് തന്നെയാണ്. സ്വാഭാവികമായിട്ടും കാലക്രമേണ അത് ഇല്ലാതായി പോകുന്നതും കണ്ടിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞ ആ രീതിയായിരിക്കും മിക്കവാറും വെൽനസ് ആൾക്കാരും ഒക്കെ നോക്കുന്നത്. അതായത് അത് വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കുകയും പലപ്പോഴും കാടമുട്ടകൾക്ക് ആ പ്രശ്നമില്ല, കാടമുട്ടകൾ പകരം റീപ്ലേസ് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്യുന്ന കേസുകൾ നമ്മളും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ കോഴിമുട്ടയും താറാമുട്ടയും പോഷക സംബന്ധമായിട്ട് വലിയ വ്യത്യാസങ്ങളുണ്ട്? പോഷക സംബന്ധമായ വ്യത്യാസം എന്ന് പറയുന്നത് സൈസ് താറാമുട്ടയ്ക്ക് കൂടുതലായതുകൊണ്ട് തന്നെ നാച്ചുറലി താറാമുട്ടയ്ക്ക് കുറച്ചും കൂടി പോഷണങ്ങൾ കൂടുതലുണ്ട്. അതോടൊപ്പം അതിൻ്റെ കൊളസ്ട്രോളൊക്കെ സാധാരണ കോഴിമുട്ടയെക്കാട്ടിയും 2 മടങ്ങിലൊക്കെ കൂടുതലാണ്. അതിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലുള്ളതാണ് ഈ കൊളസ്ട്രോൾ. മുട്ട കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടുമെന്നുള്ളൊരു ഭയം. അതും ഒരുപാട് ഡോക്ടർമാരൊക്കെ ഇപ്പോൾ തിരുത്തി തുടങ്ങി. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചിരുന്നത് ഡോക്ടർമാർ ഇപ്പോൾ തിരുത്തി തുടങ്ങി. കാരണം നമുക്കറിയാമല്ലോ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന കൊളസ്ട്രോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ലിവർ തന്നെയാണ്. ഏകദേശം 80% ലിവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മുട്ടയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് നല്ല ഹെൽത്തി കൊളസ്ട്രോളൊക്കെ നമുക്ക് ശരീരത്തിലേക്ക് കിട്ടുമ്പം ഓട്ടോമാറ്റിക്കലി അത് ബാലൻസ് ചെയ്യുന്നൊരു രീതിയാണ്. പിന്നെ ഈ പറയുന്ന സീറം കൊളസ്ട്രോൾ, ബ്ലഡിലെ കൊളസ്ട്രോളും ഈ പറയുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന കൊളസ്ട്രോളും ഡയറക്റ്റായിട്ട് അത് സിഗ്നിഫിക്കൻ്റ് അല്ല എന്നും അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൂട്ടില്ല എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡോക്ടർക്ക് അത് വേണമെങ്കിൽ സപ്ലിമെൻറ്റ് ചെയ്യായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ കൊളസ്ട്രോളിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ഒരുപാട് വർഷങ്ങളായിട്ട് നടക്കുന്നു. തീർച്ചയായും ഡോക്ടർ ഹരി പറഞ്ഞ വളരെ കറക്റ്റാണ്. മുട്ട എന്ന് പറഞ്ഞത് സ്വാഭാവികമായിട്ടും വളരെ നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഡയറ്ററി കൊളസ്ട്രോളിൻ്റെ സോഴ്സ് തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായിട്ടും കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. വി നീഡ് കൊളസ്ട്രോൾ. ഇപ്പം നമ്മുടെ ഹോർമോണുകളുടെ ഉൽപ്പാദനം, എൻസൈംസിൻ്റെ ഉൽപ്പാദനം, നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസിനൊക്കെ തന്നെ നമുക്ക് കൊളസ്ട്രോൾ ആവശ്യമാണ്. ഹരി പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്നത് കരളാണ്. നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൊളസ്ട്രോളിൻ്റെ 80% കരളാണെന്ന് പറഞ്ഞു, 20% ഡയറ്ററിയിൽ നിന്ന് വരുന്നത്. ഒരുപക്ഷെ നിങ്ങൾ കുറച്ച് നന്നായിട്ട് കൊളസ്ട്രോൾ അടങ്ങുന്ന ഡയറ്ററി ഫുഡ്സാണ് കഴിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അതിനനുസരിച്ച് ലിവർ ഒരു ബാലൻസിങ് ചെയ്തോളൂ. സപ്പോസ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് കൊളസ്ട്രോളിൻ്റെ അളവ് വളരെ കുറവാണെങ്കിൽ ആ ജോലി ചെയ്യുന്നത് ലിവർ തന്നെയായിരിക്കും, ലിവർ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു ബാലൻസ് ചെയ്ത് ഡയറ്ററി കൊളസ്ട്രോളിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ സിസ്റ്റമാണ് നമ്മളെ സംബന്ധിച്ചുള്ളത്. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് വിഷയമുള്ളത്, ഇപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് ഡെഫിനറ്റ്ലി ഇവിടെ പറയാവുന്നൊരു കാര്യം, ഇപ്പോൾ മയോ ക്ലിനിക് ആയിക്കോട്ടെ, ഹാർവർഡ് പിന്നെ ഹെൽത്ത് സെൻറ്റേഴ്സ് ആയിക്കോട്ടെ, WHO ആയിക്കോട്ടെ, ഇവരെല്ലാം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പഠനം നമ്മളുടെ LDL കൊളസ്ട്രോൾ കൂടാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അമിതമായിട്ടുള്ള റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്, നമ്മൾ സാധാരണ വിളിക്കുന്നത് UPF, അൾട്രാ പ്രോസസ്ഡ് ഫുഡുകൾ, അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റുകൾ, പൂരിത കൊഴുപ്പുകൾ, അതുപോലെ തന്നെ ട്രാൻസ് ഫാറ്റുകൾ, ഇത് കൂടുതൽ കഴിക്കുന്നത് കൊണ്ടാണ് LDL ഷുഗറി ഫുഡ്സുകൾ കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ് കൊളസ്ട്രോൾ കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം, അല്ലാതെ മുട്ട കഴിച്ചതുകൊണ്ടല്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇത് ആര് കഴിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ്. ഈ കഴിക്കുന്ന വ്യക്തിയുടെ പൊതുവായ ആരോഗ്യ വിഷയം കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ആ വ്യക്തിയിൽ ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കോശങ്ങളിൽ ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, തൊട്ട് നോക്കിയാൽ പറ്റുന്നതല്ല ഇൻഫ്ലമേഷൻ, കോശങ്ങളുടെ ഇൻഫ്ലമേഷനാണ്, സ്റ്റേറ്റസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അതായത് ഈ വ്യക്തിയിൽ ഒരു പക്ഷേ ഡയബറ്റീസ് ഉണ്ടോ, അമിതവണ്ണമുണ്ടോ, ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ, ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടോ, അദ്ദേഹത്തിൻ്റെ ഭക്ഷണക്രമം വളരെ മോശമാണോ, ഉറക്കം വളരെ ഡിസോർഡേഡ് ആണോ, നല്ല സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജീവിത രീതിയാണുള്ളത്, ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആ കഴിക്കുന്ന വ്യക്തിയിൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തി, ഒരു പക്ഷേ നമുക്ക് അങ്ങനെയെങ്കിൽ ആ വ്യക്തിയെ വേണമെങ്കിൽ ഒരു ഹൈപ്പർ റെസ്പോണ്ടൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയാം. അവർ വളരെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. ഒരു പക്ഷേ അവരുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും. അത് വളരെ മാർജിനലായിട്ടുള്ള ഇമ്പാക്റ്റ് മാത്രമേ മുട്ട അവരുടെ കൊളസ്ട്രോൾ ഇഷ്യൂസ് ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ പ്രധാനമായിട്ടും മുട്ട
സാച്ചുറേറ്റഡ് ഫാറ്റ് വളരെ കുറഞ്ഞതും എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കൊളസ്ട്രോൾ നന്നായിട്ട് ശരീരത്തിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഭക്ഷണം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഇത്രയും കാലം നമ്മൾ തിയറിറ്റിക്കലായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ വർദ്ധിച്ചു വന്നിട്ടുള്ള ജിം കൾച്ചർ, ഇപ്പോൾ ജിമ്മിൽ പോകുന്ന ആൾക്കാരൊക്കെ 4-5 മുട്ടയൊക്കെ ഒരു ദിവസം വർക്കൗട്ട് ചെയ്യുന്നവർ കഴിക്കുകയാണ്. അവരുടെ ഡയറ്റ് പ്ലാനിൽ അതാണ്. പക്ഷേ അവരുടെ കൊളസ്ട്രോൾ ഇൻക്രീസ് ചെയ്യുന്നില്ല. ഇത് തന്നെയാണ് ഏറ്റവും പ്രാക്ടിക്കലി ആൾക്കാരിപ്പം വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഒരുവിധം ജെൻസികൾ പ്രത്യേകിച്ച് അവർക്കൊക്കെ അറിയാം ഈ മുട്ട ഇത് കഴിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടുന്നില്ല എന്ന് അവർ പ്രാക്ടിക്കലി തെളിയിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇവിടെ ഒരുപക്ഷെ ഇതിൻ്റെ പേരുദോഷം മുഴുവൻ മുട്ടയിലോട്ട് കൊടുക്കുന്നതിന് പകരം ആ വ്യക്തിയുടെ മൊത്തത്തിലുള്ള ഭക്ഷണ രീതി, ജീവിത രീതി, വ്യായാമം, ഉറക്കം, മാനസികാരോഗ്യം ഇവിടെയാണ് വർക്ക് ചെയ്യേണ്ടത്. അല്ല മുട്ടയെ ഒഴിവാക്കിയതുകൊണ്ട് ഈ പ്രശ്നത്തെ നമുക്ക് ഒരിക്കലും പരിഹരിക്കാൻ കഴിയും. തീർച്ചയായും. ഇനി അടുത്ത പ്രധാനപ്പെട്ടൊരു ചോദ്യം, മുട്ട കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം ഏതാണെന്നുള്ള. മുട്ട പിന്നെ പച്ചയ്ക്ക് കഴിക്കണോ, റോ എഗ്ഗ് കഴിക്കണോ, അതോ അത് സോഫ്റ്റ് ബോയിൽഡായിട്ട് കഴിക്കണോ, ഹാർഡ് ബോയിൽഡായിട്ട് കഴിക്കണോ, ഓംലെറ്റ് ആയിട്ട് കഴിക്കണോ, സ്ക്രാമ്പിൾഡ് ആയിട്ട് കഴിക്കണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ കഴിക്കണോ എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇതും നല്ലൊരു ഡിസ്കഷൻ പോയിൻ്റാണ്. ഏറ്റവും സേഫായിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടും കഴിക്കുക എന്ന് പറയുന്നത് മുട്ട പുഴുങ്ങി കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാൽമോൺ എല്ലാ റിസ്ക്കുകളും നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ പണ്ടത്തെ ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫയൽവാന്മാർ മുട്ട പച്ചയ്ക്ക് കുടിക്കുന്നു, അതങ്ങനെ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ സാൽമോണല്ല ഇൻഫെക്ഷൻ്റെ റിസ്കിന് പുറമെ നമുക്ക് ഈ പറയുന്ന പ്രോട്ടീൻ, അതിൻ്റെ ബയോ അവൈലബിലിറ്റി ഈ പച്ച മുട്ട കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ 50% കുറയും. നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ മുട്ടയിൽ നിന്ന് 6 ഗ്രാം പ്രോട്ടീൻ അല്ലെങ്കിൽ 7 ഗ്രാം പ്രോട്ടീൻ കിട്ടുമെങ്കിൽ അതിൻ്റെ ഈ പറയുന്ന ബയോ അവൈലബിലിറ്റി ഈ പച്ചമുട്ട കഴിക്കുമ്പോൾ 50% കുറയും. അതോടൊപ്പം തന്നെ കുക്ക് ചെയ്യുമ്പോൾ പ്രോട്ടീൻ്റെ അവൈലബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ബയോ അവൈലബിലിറ്റി 100% എന്നൊക്കെ പറയുന്നത്. പോലെ പച്ചമുട്ട പൊട്ടിച്ച് കുടിക്കുന്നതല്ല ആരോഗ്യകരമായ. അത് ബയോ അവൈലബിലിറ്റി 50% പ്രോട്ടീൻ കുറയുന്നു. നിങ്ങൾക്ക് സാൽമോണല്ല റിസ്ക്, എന്തെങ്കിലും ഇൻഫെക്ഷൻ്റെ റിസ്ക് വരുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് അവിഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട്, അതയുടെ വെള്ളയിൽ. അത് സ്ഥിരമായിട്ട് നമ്മൾ ഈ പച്ചമുട്ട കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിഡിൻ നമ്മുടെ ബയോട്ടിൻ അബ്സോർപ്ഷനെ ഇത് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ബയോട്ടിൻ്റെ ലഭ്യതയും നമുക്ക് വേറെ കുറയും. അപ്പോൾ 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പച്ചമുട്ട കഴിക്കുന്നവരിലുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ അമിതമായിട്ട് മുട്ട കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ മുട്ടയുടെ വെള്ളയിലും മഞ്ഞയിലും അടക്കുന്ന വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഇപ്പോൾ ന്യൂട്രിയൻസ്, ഇപ്പോൾ ഹരി പറഞ്ഞ പോലെ തന്നെ ബയോട്ടിൻ ആയിരിക്കാം, അല്ലെങ്കിൽ വൈറ്റമിൻ എ ആയിരിക്കാം, വൈറ്റമിൻ ഡി ആയിരിക്കാം, അതുപോലെ ല്യൂട്ടീൻ, സിയോസാൻറ്റിൻ തുടങ്ങിയിട്ടുള്ള വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ തന്നെ അമിതമായിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത. അതുകൊണ്ടാണ് പുറമേ നമ്മൾ ഡീപ്പ് ഫ്രൈയും അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഓംലെറ്റിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓംലെറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ്. നമ്മൾ അഡീഷണലി ഓയിൽ ചേർക്കുന്നത്. അപ്പോൾ ഈ കലോറിഫിക് വാല്യൂ ഇരട്ടിയായിട്ട് വരും. ജിമ്മിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ച് മുട്ടയിൽ നിന്ന് കിട്ടുന്ന കാലറിയുടെ ഇരട്ടിയോളം ഈ പറയുന്ന ഓയിലിൽ നിന്ന് കിട്ടും. അപ്പോൾ സേഫസ്റ്റും ഹെൽത്തിയും സാധനം എപ്പോഴും നമ്മളുടെ ബോയിൽഡ് എഗ് തന്നെയാണ്. ഹരി, എനിക്ക് തോന്നുന്നു അതുപോലെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആൾക്കാരെ ഭയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഉണ്ട്, പ്ലാസ്റ്റിക് മുട്ടകളുണ്ടാകുന്നത്. ശരിക്കും അങ്ങനെ മുട്ടയുണ്ടോ? കാരണം ഇത്രമാത്രം ആൾക്കാർ മുട്ട ഉപയോഗിക്കുന്നു, ഇത്രമാത്രം മുട്ട ആരുണ്ടാക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. പ്ലാസ്റ്റിക് എഗ്, ചൈനീസ് എഗ് എന്നൊക്കെ പറഞ്ഞ് 2018 വ്യാപകമായിട്ടുള്ളൊരു സോഷ്യൽ മീഡിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പ്രാക്ടിക്കലി ടെസ്റ്റ് ചെയ്തൊരു മനുഷ്യനും കൂടാണ് ഞാൻ. ഞങ്ങളുടെ ലാബിലേക്കാണ് അത് അയച്ചത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. അതിൻ്റെ ഇൻറ്റേർണൽ ക്വാളിറ്റിയും എക്സ്റ്റേണൽ ക്വാളിറ്റിയും ഒക്കെ ചെയ്തു. അപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് ഇത് ഉണ്ടാക്കുന്ന വീഡിയോസ് ഉണ്ടല്ലോ എന്ന്. അത് പലതും ഈ ഒരു കളിപ്പാട്ടം ഉണ്ടാക്കുന്ന പോലെ കുറേ സാധനങ്ങളായിരിക്കും. കാരണം ഇതൊരു പ്രിസൈസ് ആയിട്ടുള്ള സാധനമാണ്. ഒരു ഷെല്ലുണ്ട്, ഒരു 60% ആൽബുമിനുണ്ട്, 30% യോക്കുണ്ട്. ഈ പലപ്പോഴും ഈ ആൽബുമിൻ പ്രോട്ടീൻ റിച്ച് ആണ്. യോക്കിൻ്റെ അകത്ത് പ്രോട്ടീനും എല്ലാ സാധനങ്ങളും വൈറ്റമിൻസും മിനറൽസ് എല്ലാം കൂടെ ഉള്ള യോക്കാണ്. ഇതൊക്കെ ഇങ്ങനെ നമുക്ക് കൃത്രിമമായിട്ട് ഒരു 6 രൂപയ്ക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ആവറേജ് 6 രൂപയാണ്. 6 രൂപയ്ക്ക് 1 രൂപയ്ക്ക് 1 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്ന വേറൊരു സാധനം സാർ എനിക്ക് കാണിച്ചു തരും. അങ്ങനെയുള്ളൊരു നല്ല സാധനത്തിനെ പറ്റി അപവാദം പറയുമ്പം നമ്മുടെ ഒരു ഫുഡ് സെക്യൂരിറ്റിയാണ് അവിടെ എഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സാധനം ഇല്ലയെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമ്മൾ റിപ്പോർട്ട് കൊടുത്താണ്. നമുക്ക് കിട്ടിയ സാമ്പിളിലൊന്നും അങ്ങനെ ഒരു സാധനം ഇല്ല. മേ ബി അത് വല്ല കളിപ്പാട്ടത്തിനൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നിങ്ങളൊരു എഗ് പേഴ്സൺ ആണെങ്കിൽ, മുട്ട ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, ഒരു ദിവസം ഒരു 2 to 3 eggs per day, whole eggs per day is perfectly okay. കാലറി റെസ്ട്രിക്ഷൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കൂടുതൽ മഞ്ഞ കഴിക്കുന്നതിന് പകരം മേ ബി എഗ് വൈറ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും കാലറി കുറഞ്ഞ ഭക്ഷണത്തിലോട്ട് മാറാനായിട്ടുള്ള എളുപ്പമാർഗ്ഗം. മുട്ട അധികം വേവിക്കാതെയും മുട്ട ഒട്ടും വേവിക്കാതെയും കഴിക്കുന്നതല്ല നല്ലത്. മുട്ട ഏറ്റവും മികച്ച രീതിയിൽ പോഷക ഗുണങ്ങൾ നഷ്ടപ്പെടാതെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല രീതി സോഫ്റ്റ് ബോയിൽഡ് ആയിട്ടാണ്. അതായത് ഒരു പകുതി വെന്ത രീതിയിൽ
അതിൻ്റെ പോസ്റ്റ് എഗ്ഗ് നമ്മൾ പറയും, കുറച്ച് ജാമി ആയിട്ടുള്ള യോക്കാണ് ഏറ്റവും നല്ലത്. അമിതമായിട്ട് മുട്ട വേവിക്കുകയാണെങ്കിൽ, ഓവർ ഹീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഓക്സിഡൈസേഷൻ ഓഫ് ദി കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ സാധിക്കും. അതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഉണ്ടാകും. എന്തു തന്നെയാണെങ്കിലും മുട്ടയെ സംബന്ധിച്ച് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ആരോഗ്യത്തിലും ആ വ്യക്തിയുടെ ഡെയിലി ഇൻടേക്ക് ഓഫ് പ്രോട്ടീൻ നേടുന്നതിനും ഇന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല, വളരെയധികം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, ഈസി ആയിട്ടുള്ള, ആക്സസിബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ഓപ്ഷൻ മുട്ട തന്നെയാണ്.